സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സജു ചാമക്കാലയിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സജു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് രാവിലെ കാര്യമായ മഴയില്ല എന്ന് തോന്നുന്നു. പക്ഷേ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ഇന്നലെ വൈകുന്നേരവും ഒക്കെ തകർത്ത് പെയ്ത്തായിരുന്നു ഇന്ന് പുലർച്ചെ. അമൃത, പ്രജൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇതുവരെയും മഴ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ചെറിയ തോതിലുള്ള മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ഒരു മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, അതായത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് ഇന്നത്തെ യെല്ലോ അലർട്ട് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ മീൻപിടുത്തക്കാർ സൂക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ ശക്തമായ മഴ മിക്ക ജില്ലകളിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും തെക്കൻ ജില്ലകളിലേക്ക് കൂടി മഴ വ്യാപിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഇപ്പോൾ സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.